ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്ക് നമ്മുടെ ഗൈഡൻസ് എടുക്കാം. ഇന്നത്തെ നിങ്ങൾക്ക് നിങ്ങളുടെ ആക്ച്വലി എനിക്ക് തോന്നിയ ഒരു കാര്യം ചെയ്യാമെന്ന്. നിങ്ങളുടെ ലൈഫിൽ ഓക്കെ ലൈക്ക് അനുഗ്രഹങ്ങൾ, നിങ്ങൾക്ക് ബ്ലെസ്സിങ്സ് വരുന്നുണ്ട്, അല്ലെങ്കിൽ യൂണിവേഴ്സ് നിങ്ങളുടെ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട് എന്നൊക്കെ നിങ്ങൾക്ക് സൂചനകൾ എങ്ങനെയാണ് നിങ്ങൾക്ക് മനസ്സിലാവുക എന്ന് നമുക്ക് നോക്കാം. ഞാൻ ഇടയ്ക്ക് ചെയ്യുന്നതാണ്. ഓക്കെ, നമുക്ക് പറയാം. ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നടക്കുന്ന സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ഒരുപാട് വിഷമങ്ങളോ കാര്യങ്ങളോ ഒക്കെ നിങ്ങൾ ഏത് സിറ്റുവേഷനിലായാലും ശരി അത് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ വിഷമങ്ങളൊക്കെ മാറും, അല്ലെങ്കിൽ യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന രീതിക്ക് നമുക്ക് എങ്ങനെയാണ് മനസ്സിലാവുക എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അതിനുള്ള സൂചനകൾ യൂണിവേഴ്സ് എങ്ങനെയായിരിക്കും തരുന്നത്, എങ്ങനെയാണ് തരാമെന്ന് നോക്കാം നമുക്ക്. ഓക്കെ, ലെറ്റ്സ് സീ സൂചനകൾ. ഓക്കെ, ഏസ് ഓഫ് കപ്സ്, വെരി നൈസ്, നല്ല കാർഡാണ് തുടക്കം തന്നെ. ഓക്കെ, ആൻഡ് 5 സോർഡ്സ്, 8 ഓഫ് കപ്സ്, 5 സൂചന എന്ന് പറയാം ഞാൻ. ഓക്കെ, 5 സൂചനകൾ. ഓക്കെ, ലെറ്റ്സ് സീ ഇവിടെ ആദ്യം തന്നെ ഒന്ന് എനിക്ക് കാണുന്നത്, ഫസ്റ്റ് തിങ് നിങ്ങൾക്ക് എങ്ങനെയാണ് മനസ്സിലാവാന്ന് വെച്ചാൽ, നിങ്ങളുടെ ലൈഫിൽ ഓക്കെ നിങ്ങൾ പ്രതീക്ഷിക്കാതെ ചിലപ്പോൾ ചില നല്ല ഗുഡ് ന്യൂസ് നിങ്ങൾക്ക് വരും. ഓക്കെ, നല്ലൊരു ന്യൂസ്, അല്ലെങ്കിൽ നല്ലൊരു ഓഫർ, അല്ലെങ്കിൽ നല്ലൊരു ലൈക്ക് ഒരു ഗിഫ്റ്റ് കിട്ടുന്നതായിരിക്കാം. ഓക്കെ, അങ്ങനെയും പറയാം, ഒരു ഗിഫ്റ്റായിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ജോലി, അങ്ങനത്തെ എന്തെങ്കിലും നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു കാര്യം, ഒരു നല്ലൊരു ഗുഡ് ന്യൂസ് നിങ്ങൾക്ക് എത്തുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഗുഡ് ന്യൂസ് വരിക, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ മേ ബി ഒരു സന്തോഷം ഫീൽ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് നടക്കുന്ന പോലെ, അത് ബന്ധങ്ങളിലാവാം, ഓക്കെ ജോലി സ്ഥലത്താവാം, എന്ത് കാര്യത്തിലായാലും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു നല്ലൊരു ന്യൂസ് കിട്ടുന്ന പോലെ, നല്ലൊരു ഫീലിംഗ് വരുന്ന പോലെ. ഓക്കെ, ചിലപ്പോൾ ജോലിയിൽ തന്നെ ഒരു പുതിയ ജോലി കിട്ടുന്നതായിരിക്കാം, നിങ്ങൾ ആഗ്രഹിച്ച പോലെ ഒരു ജോലി കിട്ടുന്നതായിരിക്കാം, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ മേ ബി ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ വരുന്നതായിരിക്കാം, ആരെങ്കിലും നിങ്ങളെ, ആരും ആയിക്കോട്ടെ, ഓക്കെ ഒരു ഫ്രണ്ട് ആയിക്കോട്ടെ, നിങ്ങൾക്ക് നല്ലൊരു കെയർ കിട്ടുന്ന പോലെ, സ്നേഹം കിട്ടുന്ന പോലെ, ഓക്കെ നിങ്ങളെ കെയർ ചെയ്യുന്ന വ്യക്തികൾ നിങ്ങളിലേക്ക് വരിക, അല്ലെങ്കിൽ നിങ്ങളെ സന്തോഷം തരുന്ന കാര്യങ്ങൾ, നിങ്ങൾ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് സഡൻലി ആയിരിക്കും വരിക, നിങ്ങൾ പ്രതീക്ഷിക്കാതെ വരുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. ഓക്കെ, നിങ്ങൾ പ്രതീക്ഷിക്കാതെ ഇരിക്കുമ്പോൾ എന്തെങ്കിലും പെട്ടെന്ന് അങ്ങനെ ഒരു സംഭവം, ഓക്കെ, അല്ലെങ്കിൽ ചിലപ്പോൾ ആരെങ്കിലും പെട്ടെന്ന് കൊണ്ടുവന്ന് ഒരു ഗിഫ്റ്റ് തരാം. ഓക്കെ, മീൻസ് നല്ലൊരു ക്ലോസ് ഫ്രണ്ട് ആയിരിക്കാം, ബട്ട് അവർ വന്ന് പെട്ടെന്ന് നോക്കി ഇതെങ്ങനെ കണ്ടപ്പോൾ വാങ്ങാൻ തോന്നി എന്ന് പറയില്ലേ, സാരി ഇരിക്കുക, അല്ലെങ്കിൽ വീട്ടുകാരെങ്കിലും, ഓക്കെ അങ്ങനെ എന്തെങ്കിലും കിട്ടുക. സോ അത്തരത്തിലൊരു ഫീലിംഗ് നിങ്ങളെ വളരെ പെട്ടെന്നൊരു നമ്മൾ സർപ്രൈസ് ആയിട്ടൊരു സന്തോഷം ഫീൽ ചെയ്യുന്ന പോലെയാണ്. ആൻഡ് ഇവിടെ 5 സോർഡ്സ് ആണ്. 5 സോർഡ്സ് പറയുമ്പോൾ നമ്മൾ ശരിക്കും മിസ്റ്റേക്സ്, അല്ലെങ്കിൽ നമുക്ക് ലോസ് എന്ന രീതിക്കൊക്കെയാണ് നമ്മൾ പറയുക, ആരോടെങ്കിലും ക്ലാഷ്, ആരോടെങ്കിലും കോൺഫ്ലിക്റ്റ് എന്ന രീതിക്കാണ്. പക്ഷേ ഇതെനിക്ക് ഫീൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ചിലപ്പോൾ ആ കോൺഫ്ലിക്റ്റുകൾ ശരിയാവാം, ആരോടെങ്കിലും വഴക്കോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ അതിൽ ഒരു മാറ്റം വരിക, മേ ബി അതുമായിരിക്കാം. ഓക്കെ, സോ രണ്ടും തമ്മിൽ കണക്ഷൻ ഉണ്ടാവാം, അല്ലെങ്കിൽ മേ ബി നിങ്ങൾ വഴക്ക് ആരോടെങ്കിലും ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് സോൾവ് ആവുന്ന രീതിയിൽ, ഓക്കെ ആ വഴക്ക് തീർന്ന് നിങ്ങൾ വീണ്ടും ഒന്നിക്കുന്ന ഒരു എനർജി ആയിരിക്കാം. അല്ലെങ്കിൽ മേ ബി അല്ലെങ്കിൽ ആരോടെങ്കിലും വഴക്കുണ്ടെങ്കിൽ തന്നെ ചിലപ്പോൾ ചില കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുന്നതായിരിക്കാം, ദറ്റ് അവിടെ നമ്മൾ വ്യക്തികളെ മനസ്സിലാക്കുന്ന രീതിയിൽ, അതും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങളുടെ ഓരോരുത്തരുടെയും സിറ്റുവേഷൻ ചിലത് നിങ്ങൾ ലൈഫിൽ പഠിക്കാനുള്ള ലെസൺ എന്താണ് അതിനനുസരിച്ചായിരിക്കും നടക്കാം. സോ ചില കാര്യങ്ങൾ മേ ബി നിങ്ങൾ ആരോടെയും കോൺഫ്ലിക്റ്റ് ഉണ്ടെങ്കിൽ അത് ശരിയാവും എന്നാണ്. പാസ്റ്റിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, ആരോടെങ്കിലും വഴക്കിട്ടത് അവർ ചിലപ്പോൾ തിരിച്ചു വന്ന് നിങ്ങൾ തമ്മിലൊരു കോംപ്രമൈസ്, അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ആരോടെങ്കിലും വഴക്കുണ്ടെങ്കിൽ ചിലപ്പോൾ അവിടെ നിങ്ങൾ വിട്ടുകൊടുക്കും, ദറ്റ് ഇനി അവിടെ ഫൈറ്റ് ചെയ്യേണ്ട എന്ന് ചിലപ്പോൾ നിങ്ങൾ തീരുമാനിക്കും. ബിക്കോസ് നമ്മൾ ചില കാര്യങ്ങൾ റിയലൈസ് ചെയ്യുന്ന പോലെയാണ്. ഓക്കെ, ആ കോൺഫ്ലിക്റ്റ് ഒന്നും നിങ്ങൾ അധികം ബോദർ ചെയ്യില്ല, ചിലപ്പോൾ അങ്ങനെയാവാം. ഓക്കെ, നിങ്ങൾ വിചാരിക്കും ഓക്കെ ഇതെനിക്ക് മനസ്സിലാക്കാനുള്ള ഒരു കാര്യമായിരുന്നു എന്ന് നിങ്ങൾ തിരിച്ചറിയും. ഓക്കെ, അപ്പോൾ എപ്പോഴും ആക്ച്വലി ശരിക്കും ആ നെഗറ്റീവ് കാര്യമാണ് ഞാൻ ഇവിടെ കൂടുതൽ പറയേണ്ടത്. ബിക്കോസ് നമ്മുടെ ലൈഫിൽ നടക്കുന്ന എന്തെങ്കിലും സിറ്റുവേഷൻസ്, വേഴ്സ് ആയിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ തന്നെ അതിൽ നിന്ന് നിങ്ങൾക്ക് എന്തോ പാഠങ്ങളാണ് കിട്ടുന്നത്. ആൻഡ് അതും ശരിക്കും പറഞ്ഞാൽ ഒരു ബ്ലെസ്സിങ് ആണ്, അല്ലേ? നമ്മൾ ആ ചില കാര്യങ്ങൾ തിരിച്ചറിയുന്നത്, ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നത്, അത് ആവശ്യമാണ് അവിടെ. ഓക്കെ, ആൻഡ് ഇവിടെ 8 ഓഫ് കപ്സ് ഉണ്ട്, വാക്കിംഗ് അവേ എന്ന രീതിയിലാണ്. പക്ഷെ ഇതെന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എന്തെങ്കിലും ചിലപ്പോൾ പിന്നിൽ ഉപേക്ഷിച്ച് പോവുക എന്ന രീതിയിലാണ്, ബട്ട് അത് പോകുന്നത് നിങ്ങൾ എന്തെങ്കിലും നല്ലതിലേക്കാണ് പോകുന്നത്. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹമുള്ള കാര്യങ്ങൾ തേടി പോവുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ തേടി പോവുക. നിങ്ങൾ പിന്നിൽ ഉപേക്ഷിക്കുന്നത്, നിങ്ങളുടെ കയ്യിൽ ചില കാര്യങ്ങൾ ഉണ്ടായിരുന്നു, നിങ്ങളത് ഉപേക്ഷിച്ച് പോകുന്നു. ഓക്കെ, ബട്ട് ആ പിന്നിൽ ഉപേക്ഷിക്കുന്നത് അത് എവിടെയോ നിങ്ങൾക്ക് സന്തോഷം തന്നിട്ടില്ല. ഓക്കെ, നിങ്ങൾക്കതിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ നമ്മൾ നമുക്ക് ആ ഒരു വിഷമം ഉണ്ടാവും, പിന്നിൽ ചില കാര്യങ്ങൾ വിട്ടുപോകാനൊക്കെ
ചെയ്യാനൊക്കെ നമുക്ക് ബുദ്ധിമുട്ട് വിഷമമൊക്കെ ഉണ്ടാവും. ബട്ട് ഇവിടെ മുന്നോട്ട് ആക്ച്വലി നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യുന്നത് വളരെ നല്ല കാര്യങ്ങളാണ്. ഓക്കെ, സോ അത് ഒരു ഇൻഡിക്കേഷനാണ് ഇതൊക്കെ. നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ നിങ്ങൾ എന്തെങ്കിലും പിന്നിൽ ഉപേക്ഷിച്ച് കളയാൻ നിങ്ങൾ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലായിക്കോളൂ ദാറ്റ് എവിടെയോ യൂണിവേഴ്സ് യെസ് നിങ്ങളെ നല്ല വഴി, നിങ്ങൾക്ക് നല്ലതിലേക്ക് നിങ്ങളെ നയിക്കുകയാണ് എന്ന് മനസ്സിലാക്കൂ. നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളിലേക്ക്, അല്ലെങ്കിൽ നിങ്ങൾക്ക് സന്തോഷങ്ങൾ കിട്ടുന്ന കാര്യങ്ങൾ, നിങ്ങളുടെ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന കാര്യങ്ങൾ, നിങ്ങൾക്ക് നല്ലത് എന്താണോ അതിലേക്കാണ് നിങ്ങളെ നയിക്കുന്നത്. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും പിന്നിൽ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ദൈവത്തിനെ അല്ലെങ്കിൽ യൂണിവേഴ്സിനെ നിങ്ങൾ കുറ്റപ്പെടുത്തരുത്. ഓക്കെ, ആ സംഭവം എന്ത് തന്നെയായാലും ശരി, അത് നിങ്ങൾ വിട്ട് കളയേണ്ടി വരുന്നത് ഓക്കെ ഒരു വിഷമത്തോടെ ആയിരിക്കും വിടുന്നത്, പക്ഷേ നല്ലതിലേക്കാണ് നിങ്ങൾ പോകുന്നത് എന്ന് മനസ്സിലാക്കാം. യൂണിവേഴ്സ് അതാണ് ഇവിടെയും ചെയ്യുന്നത്. നിങ്ങൾക്ക് കിട്ടുന്ന സൂചന ഇതുമായിരിക്കും. അല്ലെങ്കിൽ ഒരു പെട്ടെന്നൊരു മാറ്റം വരുന്നത്, ഓക്കെ ഒരു സ്ഥലം മാറ്റം വന്നു, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു യാത്ര വേണ്ടി വന്നു, അല്ലെങ്കിൽ ഒരു സ്ഥലം മാറ്റം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. മേ ബി ചിലത് എന്തെങ്കിലും നിങ്ങളുടെ വീട് വിട്ട് വേറെ വീട്ടിലേക്ക് മാറേണ്ടി വന്നു, വേറെ ജോലിയിലേക്ക് മാറേണ്ടി വന്നു, അങ്ങനെ എന്തെങ്കിലുമൊക്കെ സാഹചര്യങ്ങൾ വരുന്നുണ്ടെങ്കിലും ഓക്കെ നിങ്ങൾ വിചാരിക്കും അത് നിങ്ങൾക്ക് വല്ലാത്ത വിഷമം തോന്നും. എന്നിട്ട് ആ പഴയ കാര്യങ്ങൾ വിട്ട് മാറിയിട്ട് ഞാൻ പോവല്ലേ, സ്ഥലം മാറി പോവല്ലേ, എനിക്കറിയുന്ന സ്ഥലം, എൻ്റെ ആൾക്കാർ, അങ്ങനെയൊക്കെ ഒരു നമ്മുടെ ഉള്ളിൽ ഫീലിംഗ് ഉണ്ടാവും. ബട്ട് ഇവിടെ യൂണിവേഴ്സ് ശരിക്കും നിങ്ങളെ അങ്ങനെ മാറ്റുന്നുണ്ടെങ്കിൽ അതെന്തോ നല്ലതിലേക്കാണ് മാറ്റുന്നത്. ബിക്കോസ് നിങ്ങൾക്ക് വേറെ എന്തോ എടുത്തു വെച്ചിട്ടുണ്ട് യൂണിവേഴ്സ് എന്നാണ് പറയുന്നത്. ഓക്കെ, ആൻഡ് ഇവിടെ അഗെയിൻ ഒരു വിക്ടറി വരുന്ന കാര്യം കാണുന്നുണ്ട്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും പെട്ടെന്ന് നിങ്ങൾ എന്തെങ്കിലും ചെയ്ത കാര്യങ്ങൾ അത് സക്സസ് ആവാം. അതും ചെറിയൊരു സക്സസ് അല്ല. ഓക്കെ, അത് മറ്റുള്ളവരെ തിരിച്ചറിയുന്ന രീതിയിൽ, മറ്റുള്ളവരെ മുമ്പിൽ നിങ്ങളെ എല്ലാവരും തിരിച്ചറിയുന്നതായിട്ട് നിങ്ങൾ എന്താണ് ചെയ്തിട്ടുള്ളത്, നിങ്ങളുടെ ഓരോ ജോലിയും നിങ്ങളുടെ ആ ചെയ്ത കാര്യത്തിന് അപ്രീഷിയേഷൻ കിട്ടുന്ന പോലെയാണ്. ഓക്കെ, അവിടെ നിങ്ങൾക്ക് ശരിക്കും നിങ്ങളുടെ ഒരു നമ്മൾ പറയില്ല അവനവനെ നിങ്ങൾക്കൊരു അഭിമാനം തോന്നും. ദാറ്റ് ഓക്കെ ഞാൻ ചെയ്തു എന്ന രീതിയിൽ നിങ്ങൾക്കൊരു അഭിമാനം തോന്നുന്ന പോലെ കാണുന്നുണ്ട്. ഓക്കെ, കുറച്ച് പേർക്ക് മേ ബി എക്സാമിൽ സക്സസ്, അല്ലെങ്കിൽ വളരെ ലൈക്ക് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും കൂടുതൽ നല്ലൊരു സക്സസ് വരാം. ഓക്കെ, അല്ലെങ്കിൽ കോമ്പറ്റീഷൻ ജയിച്ച് നിങ്ങൾ നിൽക്കുന്ന പോലെയാണ്. ഓക്കെ, എല്ലാം ഒരുപാട് എതിർപ്പുകൾക്ക് മേലെ, അല്ലെങ്കിൽ ഒരുപാട് പേര് കോമ്പറ്റീഷൻ്റെ മേലെ നിങ്ങൾ ജയിക്കുന്ന പോലെയാണ്. സോ അതൊരു വിന്നിങ് നിങ്ങൾക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ഏറ്റെടുത്ത് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ അതിൽ ഒരു നിങ്ങൾ ജയിക്കുന്ന പോലെ നിങ്ങൾ ഏറ്റെടുത്തു, ആ കാര്യം നിങ്ങൾക്ക് നല്ല രീതിക്ക് തീർക്കാൻ പറ്റി. സോ യെസ്, ഓക്കെ അതിൻ്റെ ഒരു സന്തോഷം, അതും ലൈക്ക് വെറുതെ അല്ല, ലൈക്ക് ശരിക്കും എല്ലാവരും തിരിച്ചറിയുന്നിട്ട് ഓക്കെ നിങ്ങൾ അങ്ങനെ ചെയ്തു എന്നുള്ളത്. ആ ഒരു റെക്കഗ്നീഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിട്ട് കാണും. സ്ഥാനമാനങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു മറ്റുള്ളവർ നിങ്ങളെ അഭിനന്ദിക്കുന്ന രീതിയിൽ കാണുന്നുണ്ട്. ഇവിടെ അഗെയിൻ വേറൊരു സൂചന പറയുകയാണെങ്കിൽ, ഒന്ന് എനിക്ക് തോന്നുന്നത് നിങ്ങൾക്കൊരു പാർട്ട്ണർ ആരെങ്കിലും വരും. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ പാർട്ട്ണർ എന്ന് പറയുമ്പോൾ ലൈഫ് പാർട്ട്ണർ എന്ന് മാത്രമല്ല, നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആരെങ്കിലും ഓക്കെ നിങ്ങളുടെ ലൈഫിൽ വരാനുള്ള സാധ്യതയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ, ഓക്കെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഒരു വ്യക്തി, അല്ലെങ്കിൽ ഒന്നാവണമെന്നില്ല, നിർബന്ധമില്ല, കൂടുതലും ആവാം. ഓക്കെ, അങ്ങനെ ആരെങ്കിലും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിൽ ആരെങ്കിലും വരും. ഓക്കെ, അവരുടെ ഹെൽപ്പ് കൊണ്ട് അത് ചിലപ്പോൾ മോട്ടിവേഷൻ ആയിരിക്കാം, ജസ്റ്റ് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുക, നിങ്ങളെ വഴി കാണിച്ചു തരാം. ഓക്കെ, നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നതിന് കൂടെ നിൽക്കുക, അങ്ങനെയുള്ള ആരെങ്കിലും ആവാം. സോ അതുകൊണ്ട് നിങ്ങൾക്കൊരു ഗുണം മുന്നോട്ടുണ്ടാവും. ഓക്കെ, കാരണം നിങ്ങളെ ലൈഫിൽ മുന്നോട്ട് പോകാൻ ഹെൽപ്പ് ചെയ്യുന്ന പോലെയാണ്. സോ യെസ്, ഒരു പാർട്ട്ണർ എന്ന രീതിക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അഗെയിൻ നിങ്ങളുടെ ബിസിനസ്സിൻ്റെയൊക്കെ ആണെങ്കിൽ ഒരു ഗ്രോത്ത് നിങ്ങൾ കാണും പെട്ടെന്ന്. ഓക്കെ, കരിയറിലെ ഗ്രോത്ത്, നിങ്ങൾക്ക് ബിസിനസ്സിലെ ഗ്രോത്ത്, അല്ലെങ്കിൽ ഈവൻ നിങ്ങളുടെ സ്വന്തം ഈവൻ റിലേഷൻഷിപ്സിലായാലും. ഓക്കെ, റിലേഷൻഷിപ്സിലും ആക്ച്വലി പാർട്ട്ണർഷിപ്സ് എടുക്കാം നമുക്ക്. റിലേഷൻഷിപ്പിലും നിങ്ങൾ കൂടുതൽ അടുപ്പങ്ങൾ, ഓക്കെ കൂടുതൽ ഒരു സ്ട്രോങ് ആയിട്ടൊരു നല്ല ബന്ധം നിങ്ങൾ മുന്നോട്ട് പോകുന്ന പോലെ, നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകുന്ന പോലെ കുറച്ചുകൂടി അണ്ടർസ്റ്റാൻഡിങ്ങിലൊക്കെ നിങ്ങൾ ഒന്നിച്ച് മുന്നോട്ട് പോകുന്ന രീതിക്ക് കാണുന്നുണ്ട്. സോ അതും ഇവിടെ നിങ്ങൾക്കൊരു സൂചനയായിരിക്കാം. ഓക്കെ, സോ ഇവിടെ നമ്മളൊരു 5 സൂചന ഞാൻ പറയാൻ ശ്രമിച്ചാണ്. ചിലത് യെസ് അപ്പ് ആൻഡ് ഡൗൺ ഉണ്ടാവും, ചിലത് മോശം ഉണ്ടാവും, ചിലത് നല്ലതുണ്ടാവും. ബട്ട് എല്ലാം നിങ്ങൾക്ക് ലൈഫിൽ നിങ്ങളെ ഒരു വേറെ നല്ലതിലേക്കാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള സൂചനകളാണ്. യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെയുണ്ട്, നിങ്ങളെ സപ്പോർട്ട് ചെയ്യുകയാണ്. ചില കാര്യങ്ങൾ യെസ് എടുത്തു മാറ്റും. ഓക്കെ, ചില കാര്യങ്ങളിൽ നിന്ന് നിങ്ങളെ മാറ്റി നിർത്തും. ചില വ്യക്തികൾ നിങ്ങളെ വിട്ടുപോകും, അല്ലെങ്കിൽ ചിലത് നിങ്ങൾക്ക് പക്ഷേ പുതിയതായിട്ട് കിട്ടുകയും ചെയ്യും. സോ ഇങ്ങനെ എല്ലാം മിക്സാണ് എപ്പോഴും. ഓക്കെ, ബട്ട് ഇതെല്ലാം നിങ്ങൾ സൂചനകളായിട്ട് മനസ്സിലാക്കുക. അതായത് നിങ്ങൾ ഗ്രോ ചെയ്യുകയാണ്, നിങ്ങൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നിങ്ങളുടെ ലൈഫ് മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, ആൻഡ് ഇവിടെ 7 പെരിക്കൽസ് ഉണ്ട്. ഇവിടെ ഒരു എനിക്ക് തോന്നുന്നത് നിങ്ങൾ കുറേ ആയിട്ട് നിങ്ങൾ കാത്തിരിക്കുന്നുണ്ട് ചില കാര്യങ്ങൾ. ഓക്കെ, നിങ്ങൾ എപ്പോഴാണ് ഇതൊക്കെ ഒന്ന് നടക്കുക എന്ന് ചിന്തിക്കുന്നുണ്ടാവാം. ഓക്കെ, ആൻഡ് അതൊക്കെ നടക്കുന്ന പോലെ ഉണ്ട്. ആൻഡ് ഇവിടെ യെസ് എംപ്രസ് ഉണ്ട്. സോ യെസ്, നിങ്ങൾക്ക് ലൈഫിൽ അബണ്ടൻസ് കൊണ്ടുവരുന്ന രീതിയിലാണ് എനിക്ക് കാണുന്നത്. യൂണിവേഴ്സ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഒരു ഫുൾ പൊട്ടൻഷ്യൽ നിങ്ങൾ എത്താൻ, അച്ചീവ് ചെയ്യാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ,
അതിനുവേണ്ടി ഒരല്പം കുറച്ചുകൂടി ക്ഷമ വയ്ക്കൂ എന്നും പറയുന്നുണ്ട്. ഓക്കെ, യെസ്, ആക്ച്വലി ഈ സൂചനകൾ കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം, ക്ഷമയോടെ ഇരിക്കുക, പേഷ്യൻസ് വെക്കുക, ആൻഡ് നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. 7 of Wands ഉണ്ടായിരുന്നു ഇവിടെ. നമ്മൾ അവനവന് സ്റ്റാൻഡ് എടുക്കുന്ന കാര്യമാണ്. ഓക്കെ, നമ്മൾ വീണ്ടും വീണ്ടും ചാലഞ്ചസ് വരുമ്പോൾ അതിനെ ഫേസ് ചെയ്ത് മുന്നോട്ട് പോകുന്ന കാര്യമാണ് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഈ സൂചനകളൊക്കെ തരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഓക്കെ, എൻ്റെ ലൈഫിൽ മാറ്റങ്ങൾ വരുന്നുണ്ട്, കുറച്ച് സമയം എടുക്കുന്നുണ്ട് എന്ന് മാത്രം. സോ അവിടെ യെസ്, ട്രസ്റ്റ് യൂണിവേഴ്സിൽ വെക്കുക ആൻഡ് ക്ഷമയോടെ കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ, ഹയർ പവർ, യെസ്, ബിൽഡിംഗ് ബ്ലോക്സ്. ഓക്കെ, ഐ തിങ്ക് ഇന്നലെയാണോ മിനിഞ്ഞാന്നാണോ? മെസ്സേജ് ഇൻ എ ബോട്ടിൽ, ടു ബി ഫെയർ ആൻഡ് ടൈം ടു ഗോ. യെസ്, എല്ലാം നോക്കൂ, എത്ര സിമിലർ കാർഡ്സാണ് വന്നിരിക്കുന്നത് നോക്കൂ. ചേഞ്ച് ഇൻ ദ വിൻഡ്, ഒരു മാറ്റങ്ങൾ ഉണ്ടാവും നിങ്ങളുടെ ലൈഫിൽ. ഓക്കെ, ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുന്ന സമയങ്ങൾ നിങ്ങൾ കാണും. ഓക്കെ, ഐ തിങ്ക് ഇപ്പോൾ ഓൾറെഡി നിങ്ങൾ അതിൻ്റെ ഒരു ഫേസിലായിരിക്കാം. മാറ്റങ്ങൾ, പല കാര്യങ്ങളും മാറി മാറി വരുന്നുണ്ടാവും നിങ്ങളുടെ ജീവിതത്തിൽ. ആൻഡ് ഇവിടെ ഹയർ പവർ പറയുന്നുണ്ട് യെസ്, യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഫുൾ സപ്പോർട്ട് നിങ്ങൾക്കുണ്ട് എന്നാണ്. ആൻഡ് ഇവിടെ ബിൽഡിംഗ് ബ്ലോക്സ് പറയുന്നത് നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക, നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് ശ്രമിച്ചുകൊണ്ടിരിക്കുക, നിങ്ങൾ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുക, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഓക്കെ, നിങ്ങളുടെ ശ്രമം ഒരിക്കലും പരാജയപ്പെടില്ല, നിങ്ങളുടെ എഫേർട്സ് ഒരിക്കലും വേസ്റ്റ് ആവില്ല. ഓക്കെ, ആൻഡ് മെസ്സേജിൻ്റെ ബോട്ടിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഗുഡ് ന്യൂസ് വരും. ഓക്കെ, എന്തെങ്കിലും ഒരു നല്ല സന്തോഷം തരുന്ന ഒരു ന്യൂസ് നിങ്ങൾക്ക് വരാനുള്ള സാധ്യതയാണ്. അതിപ്പോൾ എന്തും ആവാം, റിലേഷൻഷിപ്പ്, കരിയർ, പ്രഗ്നൻസി, എന്ത് കാര്യമായിക്കോട്ടെ. ഓക്കെ, നിങ്ങൾക്ക് സന്തോഷം തരും, ഒരു ജോലി കിട്ടുന്നു, അല്ലെങ്കിൽ അബ്രോഡ് പോകാൻ പറ്റുന്നു, കടലൊക്കെയാണ്. സോ അങ്ങനത്തെ കാര്യങ്ങൾ എന്തായാലും ഓക്കെ, നിങ്ങൾക്കൊരു ഗുഡ് ന്യൂസ് വരുന്നു എന്നാണ്. ആൻഡ് ഇവിടെ ടു ബി ഫെയർ എന്ന് പറയുന്നുണ്ട്. സോ യൂണിവേഴ്സ് എവിടെയോ ന്യായം ചെയ്യുന്നതായിട്ടാണ് പറയുന്നത്. ഓക്കെ, അപ്പം നിങ്ങളെ ഒരിക്കലും തോൽക്കാൻ യൂണിവേഴ്സ് സമ്മതിക്കില്ല. നിങ്ങൾക്ക് ന്യായമായത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടും. ആക്ച്വലി മറ്റുള്ളവരും എവിടെയോ എനിക്ക് തോന്നുന്നു നിങ്ങളോട് ന്യായമായ രീതിയിൽ അവർ പെരുമാറുന്നത്, അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്നും നിങ്ങൾ ന്യായം പ്രതീക്ഷിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. ടൈം ടു ഗോണ്ട് 8 of Cupsൻ്റെ സെയിം എനർജിയാണ്. ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞ നേരത്തെ. എന്തെങ്കിലുമൊക്കെ നിങ്ങൾ വിട്ടു പോകേണ്ടിയും വരും. ഓക്കെ, എന്തെങ്കിലും വിട്ട് കളയേണ്ടി വരും, എന്തെങ്കിലും വിട്ട് മാറിപ്പോകേണ്ടി വരും. പക്ഷെ അതൊക്കെ നല്ല ഇനാണ്. ഓക്കെ, സോ ആ ഒരു മാറ്റം ചിലവർക്ക് കാണുന്നുണ്ട്, സ്ഥലം മാറ്റം, ജോലി മാറ്റം, അങ്ങനത്തെയൊക്കെ വരാം. ഓക്കെ, സോ യെസ്, അതെല്ലാം നിങ്ങളെ നയിക്കുന്നത് ഓക്കെ യൂണിവേഴ്സിൻ്റെ ഹയർ പവറാണ്. ആക്ച്വലി നിങ്ങളുടെ ലൈഫിൽ ചേഞ്ചസ് കൊണ്ടുവരികയാണ്. ആ ചേഞ്ചസ് വരുമ്പോഴേ നമുക്ക് നമ്മൾ പറയാറില്ലേ, എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഡയറക്റ്റ്ലി ഫുഡ് റെഡി ആവലല്ല, അല്ലേ, അതിൻ്റെ സ്റ്റെപ്സ് ഉണ്ട് എന്ന് പറയുന്ന പോലെയാണ്. സോ അതുപോലെ ഇത് ഒരു സ്റ്റെപ്സ് ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് മാറ്റങ്ങൾ കൊണ്ടുവരികയാണ്, നല്ല മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഓക്കെ, ആൻഡ് നിങ്ങൾക്ക് നല്ല ബ്ലെസ്സിങ്ങിലേക്കാണ് നിങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത്, നിങ്ങളുടെ ഗ്രോത്തിലേക്ക്, അബൻഡൻസിലേക്കാണ് നിങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, നിങ്ങളോട് ഗിവ് അപ്പ് ചെയ്യേണ്ടെന്ന് പറയുന്നുണ്ട്, ക്ഷമയോടെ ഇരിക്കുക, വെയിറ്റ് ചെയ്യുക, ബിക്കോസ് ഇപ്പോൾ യൂണിവേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിയാം. ഓക്കെ, അതാണ് നിങ്ങൾക്കുള്ള മെസ്സേജ് ഇന്നത്തെ. എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.